ഇനിയിപ്പോൾ ഷെമിയെ അക്സെപ്റ്റ് ചെയ്യാൻ, ഷെമിയെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. കാര്യം ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടല്ല എനിക്കാണ്, എൻ്റെ ഉമ്മ, ബാക്കിയുള്ള സഹോദരൻ, എൻ്റെ മോൻ, എൻ്റെ ജ്യേഷ്ഠത്തി, അവരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമിയെ കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു എന്നുള്ള വാർത്തയാണ് വന്നത്. അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത്. ഈ ഒരു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നേരെ ഷെമി വീട്ടിലേക്കല്ല കൊണ്ടുപോയത്. പകരം വെഞ്ഞാറമൂട് കുറ്റിമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന കെയർ ഹോമിലേക്കാണ് ഈ ഒരു ഷെമിയെ മാറ്റിയത്. ബന്ധു വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ഒരു കുടുംബത്തിലുള്ളത് എന്നാണ് റഹീം പറയുന്നത്, അതായത് ഷെമിയുടെ ഹസ്ബൻഡായ റഹീം പറയുന്നത്. അതുകൊണ്ട് ചിലരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു കെയർ ഹോമിലേക്ക് ഷെമിയെ മാറ്റിയത് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും പാങ്ങോട്ടുള്ള ബന്ധു വീട്ടിലേക്ക് ഷെമിയെ കൊണ്ടുവരരുത് എന്ന് ബന്ധുക്കൾ എടുത്ത് പറഞ്ഞിരുന്നു. കാരണം അവർക്കും ഈ ഒരു സാഹചര്യം എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം അവർക്കും നഷ്ടപ്പെട്ടത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷെമിയെയും അല്ലെങ്കിൽ അഫാന്റെ ഈ ഒരു ക്രൂരകൃത്യം, ഈ ഒരു കൊലപാതകത്തിലേന്ന് അവർക്ക് എന്താ പറയുന്നത്, എന്ത് പറയണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടായിരിക്കാം ഷെമിയെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞതും ഈ ഒരു റഹീം ഷെമിയെ അടുത്തുള്ള സ്നേഹസ്പർശം കെയർ ഹോമിലേക്ക് മാറ്റിയതും. എന്തായാലും ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ആ ഒരു പിതാവിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കും എല്ലാം നഷ്ടപ്പെട്ട പോലെ അല്ലെ, ആരൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ പോലും ആരുമില്ലാത്ത ഒരവസ്ഥ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതായത് 24 ന്യൂസിന് അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂ എന്നല്ല, അദ്ദേഹം അനുഭവപ്പെടുന്ന ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണുന്നത്. ശരിക്കും ഫെബ്രുവരി 24-നായിരുന്നല്ലോ ഈ ഒരു കൂട്ടക്കൊലപാതകം, നാടിനെ നടുക്കിയ ഈ ഒരു കൂട്ടക്കൊലപാതകം തന്നെ നടന്നത്. പിതൃമാതാവായ സൽമാ ബീവി, പിതൃ സഹോദരൻ ലത്തീഫ്, അവരുടെ ഭാര്യ സാജിദ ബീവി, സഹോദരൻ അഫ്സാൻ, പെൺ സുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു ഈ ഒരു അഫാൻ എന്ന കൊലയാളി കൊലപ്പെടുത്തിയത്. ആദ്യം ആക്രമിച്ച ഷെമി മരിച്ചു എന്നായിരുന്നു അഫാൻ കരുതിയിരുന്നത്. 5 കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ എലിവിഷം കഴിക്കുകയും പോലീസിൽ കീഴടങ്ങുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ കിളിമാനൂർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന അഫാനെ 2ാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയാക്കി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം തന്നെ ജീവിതത്തിൽ താൻ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന് തന്നെയാണ് ഈ ഒരു അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം വെളിപ്പെടുത്തിയത്. ശരിക്കും ഈ ഒരു മകന്റെ പ്രവൃത്തി കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കിടയിൽ അടക്കം തീർത്തും ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അത് അദ്ദേഹം എടുത്ത് കഴിഞ്ഞ ദിവസം പറയുന്നുമുണ്ട്. അഫാനോടും ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോകാനും അല്ലെങ്കിൽ അതിന് സാധിക്കില്ല എന്ന് തന്നെയാണ് അബ്ദുൾ റഹീം എടുത്ത് പറയുന്നത്. അതുമാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു ക്രൂര കൊലപാതകങ്ങൾ നടന്നിട്ടും അത് ഡോക്ടർ മുഖേന ഷെമി ഈ ഒരു അടുത്താണ് അറിഞ്ഞത്. എന്നിട്ട് പോലും മകൻ അഫാൻ ഇതെല്ലാം ചെയ്തു എന്ന് ഇനിയും ആ ഒരു മാതാവ് വിശ്വസിച്ചിട്ടില്ല. തന്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ള അമിത ആത്മവിശ്വാസത്തിലാണ് ആ ഒരു ഷെമി ഇപ്പോഴും. അത് എപ്പോഴും അങ്ങനെയാണല്ലേ, ഒരു മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അത് ഒരു മാതാവിനെ സഹിക്കില്ല. അതുപോലെ തന്നെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിന്റെ പഴി മുഴുവനും കേൾക്കുന്നതും ആ ഒരു മാതാവ് തന്നെയാണ്. ഈ ഒരു അഫ്സാന്റെ മരണകാര്യമായിരുന്നു ആദ്യം ഈ ഒരു മാതാവിനെ അറിയിച്ചിരുന്നത്. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു അവരുടേത്. കോവിഡിന് ശേഷമായിരുന്നു തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്കറിയാം, ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ബിസിനസ്സിലുണ്ടായ വൻ നഷ്ടം തന്നെയായിരുന്നു ഇതിന് എല്ലാത്തിനുള്ള കാരണം. എന്നാലും തന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള വീട്ടിലെ ചിലവിനുള്ള പണമൊക്കെ അദ്ദേഹം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് മാത്രവുമല്ല, മറ്റൊരു വിവരവും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ, അയാള് തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാണ് റഹീം പറയുന്നത്. ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയിരുന്നു എന്ന് ഷെമി തന്നോട് പറഞ്ഞതായും ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ബാങ്കിൽ, ഈ ഒരു സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു 15 ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അതിൽ കുറച്ച് പണം മിച്ചം വരികയും ബാധ്യത കൂടിക്കൂടി വരികയുമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. തട്ടത്ത് മലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ട് എന്നായിരുന്നു ഈ ഒരു ഷെമി റഹീമിനോട് പറഞ്ഞിരുന്നു. ഈ 2 കടം മാത്രമേ അബ്ദുൾ റഹീമിന് അറിയാവുന്നതായിട്ടുള്ളൂ. ഇത്രയും കടം എങ്ങനെ വന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനെ കുറിച്ച് അറിയില്ല. ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിരുന്നു എന്നാണ് റഹീം പറയുന്നത്. അതുപോലെ തന്നെ അയാള് വളരെ രൂക്ഷമായി തന്നെയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം ഈ ഒരു മാധ്യമത്തിനോട് എടുത്ത് പറയുകയാണ്. അതിനൊക്കെ ആ ഒരു ബാങ്ക് മാനേജർ പറഞ്ഞ കാര്യം കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാവരെയും അവൻ കൊന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നാൽ നിങ്ങൾ നിമിത്തം തന്നെയാണ് എന്റെ കുടുംബം നശിച്ചതെന്ന് ഈ ഒരു റഹീമും എടുത്ത് പറഞ്ഞു എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നു. ഈ 40 ലക്ഷം രൂപ എങ്ങനെ കടം വന്നു,
ഈ കാര്യമൊന്നും ഇതുവരെയും ഈ റഹീമിന് അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് അഫാൻ റഹീമിനോട് സംസാരിച്ചിരുന്നു. പേരുമലയിൽ വീട് വിൽക്കാൻ കാര്യം ഉൾപ്പെടെയാണ് അന്ന് സംസാരിച്ചതെന്നാണ് റഹീം പറയുന്നത്. എന്നാൽ അന്ന് തന്നെ റഹീം വ്യക്തമാക്കി ഇവരോട് പറഞ്ഞതായത് പണ്ടത്തെ പോലെ വരുമാനമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ജീവിക്കണമെന്ന് ഈ റഹീം ഭാര്യയോടും മകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നു. അതുമാത്രമല്ല, ഇവരുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ആ ഒരു വണ്ടി 2.5 ലക്ഷം രൂപയ്ക്ക് വിറ്റെന്നാണ് ഈ റഹീമിനോട് പറഞ്ഞത്. പക്ഷേ അത് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് റഹീം അറിയുന്നത്. മകൻ വഴിതെറ്റി പോകുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു ഉള്ളത് കൊണ്ട് ജീവിക്കാൻ ഇവർക്ക് അറിയില്ല, അത് തന്നെയാണ് ഇതിനുള്ള മെയിൻ കാരണം. അതുകൊണ്ടാണല്ലോ കടങ്ങൾ വാരി വലിച്ചു മേടിച്ചും അതനുസരിച്ച് ജീവിച്ചതും. എന്തായാലും അഫാൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ റഹീം പറയുന്നുണ്ട്. ഇനി അബ്ദുൾ റഹീം അങ്ങ് പോകുമ്പോൾ അല്ലെങ്കിൽ ഫർസാനയുടെ കുടുംബം എങ്ങനെ ഇവരെ സ്വീകരിക്കുന്നു അറിയില്ല. കാരണം ആ ഒരു കുടുംബത്തിനും നഷ്ടം, ആ ഒരു കുടുംബത്തിനുണ്ടായ നഷ്ടം എന്ന് പറയാൻ ആ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു അവരുടെ ആശ്രയം. അവരുടെ വീട്ടുകാരുടെ സ്ഥിതി ഇപ്പോഴും ഭയങ്കര കഷ്ടത്തിലാണ്. അത് ഫർസാനയുടെ വാപ്പ അന്ന് ഒരു വയ്യാണ്ടായത് ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആ വീട്ടിലെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ പുറത്ത് മാധ്യമങ്ങളിലൂടെ വരുന്നില്ല എന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ അബ്ദുൾ റഹീം അവിടെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഫർസാനയുടെ കാര്യം ഈ അബ്ദുൾ റഹീമിനോട് മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമയമാകട്ടെ, എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അത് വിലക്കിയിട്ടൊന്നുമില്ല, അത് നമുക്ക് നടത്താമെന്നുള്ള രീതി തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീടൊന്നും ഇയാൾ അന്വേഷിച്ചിരുന്നില്ല. അവരുടെ വീട്ടിലൊന്ന് പോകണമെന്ന ആഗ്രഹമുണ്ട് എന്നാണ് അബ്ദുൾ റഹീം ഇപ്പോൾ മാധ്യമത്തിന് മുന്നിൽ പറയുന്നത്. ഈ വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഒരു രക്ഷകർത്താവിനെ പോലെ തന്നെയായിരുന്നു ഈ ഒരു അഫാൻ അനുജനെ കൊണ്ട് നടന്നിരുന്നത്. അഫാൻ എങ്ങനെ ഇങ്ങനെ ആയി എന്നറിയില്ല. കാരണം സ്വന്തം അനുജനെയും കൊല്ലാനുള്ള ഒരു മനസ്സ് എങ്ങനെ അഫാന് വന്നു എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മകൻ PUBG ഗെയിം കളിച്ചിരുന്നു എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് അറിയാവുന്നത്. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു പിടിയുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മറുവശത്ത് പ്രതി അഫാനുമായിട്ടുള്ള 2ാം ഘട്ട തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരുന്നു. കൊല്ലപ്പെട്ട പിതൃ സഹോദരൻ ലത്തീഫിന്റെ SN പുരത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അഫാൻ എത്തിച്ചത്. തെളിവെടുപ്പിനായി ബോംബ് സ്ക്വാഡിനെയും എത്തിച്ചിരുന്നു. കൊലയ്ക്ക് ശേഷം വലിച്ചെറിഞ്ഞ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നതിനെയായിരുന്നു ബോംബ് സ്ക്വാഡിനെ എത്തിച്ചത്. പരിശോധനയിൽ ആ ഒരു ഫോൺ കണ്ടെത്തുകയും ചെയ്തു. പിതൃ സഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തിയതും സ്ഥിരമായിട്ടുള്ള കുത്തുവാക്കുകളിൽ മനം നൊന്താണെന്നാണ് പ്രതി അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നത്. തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപ് തന്റെ കുടുംബത്തെ നശിപ്പിച്ചത് നിങ്ങളാണെന്ന് അഫാൻ ലത്തീഫിനോടും പറഞ്ഞിരുന്നു. സോഫയിൽ ഇരുന്ന ലത്തീഫിന്റെ എതിർവശത്ത് വന്നിരുന്ന് അഫാൻ പെട്ടെന്ന് ബാഗിൽ നിന്ന് ചുറ്റികയെടുത്ത് തലയ്ക്കടിച്ചു. ബഹളം കേട്ടെത്തിയ ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീബിയും നിലവിളിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് ഓടി. പുറകെ ഓടിയ അഫാൻ സാജിദ ബീബിയും അടിച്ചു വീഴ്ത്തി. ഈ സമയമാണ് ലത്തീഫിന്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നതോടെ അഫാൻ ആ ഒരു ഫോണും കൈക്കലാക്കിയത്. സംഭവശേഷം പുറത്തേക്ക് ഇറങ്ങിയ അഫാൻ ലത്തീഫിന്റെ ഫോൺ സമീപത്തെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഫോൺ വലിച്ചെറിഞ്ഞ സ്ഥലം അഫാൻ പോലീസിനോട് പറഞ്ഞും കൊടുത്തു. സാജിദ ബീബിയോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും വിവരം പുറത്തറിയുമെന്നതുകൊണ്ടാണ് അവരെയും കൊലപ്പെടുത്തിയത് എന്നുമായിരുന്നു അഫാൻ പറഞ്ഞത്. അഫാന്റെ മാതാവ് ഷെമി നടത്തിയിരുന്ന ചിട്ടി പൊളിഞ്ഞതോടെയാണ് വീടും സ്ഥലവും വിറ്റ് കടങ്ങൾ തീർക്കാൻ ലത്തീഫ് ഉപദേശിച്ചിരുന്നു. ആർഭാട ജീവിതമാണ് കടങ്ങൾ പെരുകാൻ കാരണമെന്നും ഷെമിയോടും അഫാനോടും ലത്തീഫ് പറഞ്ഞിരുന്നു. ലത്തീഫിന് 80,000 രൂപയോളം ഷെമി നൽകാനുണ്ടായിരുന്നു. ഈ പണം മര്യാദയ്ക്ക് തിരിച്ചു നൽകണമെന്ന് ലത്തീഫ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്ന് അഫാൻ പറഞ്ഞത്.